കടന്നവനെ നീ പോന്നുള്ളാൽ വരുത്തതല്ലേ പൂമാനം കടന്നവനെ നീ പോന്നുള്ളാൽ കൊച്ചിയിലെ മറ്റതിനെ ചപ്പി മുറുക്ക് ഇവിടെ എന്തൊരു പേക്കൂത്ത് കാണിക്കണ നിങ്ങൾ വന്നാ ഇങ്ങനെ ആടി മുറ്റം തൂക്കണ ഒരു എൻജോയ്മെന്റിന് വേണ്ടി പാട്ടും കഴിഞ്ഞ് ഡാൻസും കളിച്ച് തൂക്കാന്ന് വെച്ച് അതിന് നിങ്ങൾ എന്തിനു കിടന്ന് ചൂടാവണ? നമ്മളെ കുടുംബത്തിൽ വന്നു കയറിയ പെൺപിള്ളേരാരും ഇതേപോലെ അഴിച്ചട വിട്ടിട്ടില്ല, അവരൊട്ടും ചെയ്തിട്ടുമില്ല. കാലം മാറി സാർ, പുതുതലമുറയുടെ പെൺകുട്ടികൾ അങ്ങനെയല്ല. ബെറ്റർ യു ഹാവ് ടു ചേഞ്ച് മിസ്റ്റർ രഘു. പുതുതലമുറ അടുത്ത ജൂലൈയിലല്ലേ നിന്റെ സപ്തതി? വേണ്ട, കൂടുതൽ ചിലക്കാതെന്നാലേ നിങ്ങൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും ഞാൻ. പുതുതലമുറ തന്നെ. കവറിലെന്തര് വല്ല പൈന്റ് കുപ്പിയും തന്നെ? പൈന്റ് കുപ്പിയാ? രഘു കുടി നിർത്തി. പുതിയ വർഷമായോണ്ട് പുതിയ മനുഷ്യനാവാൻ തീരുമാനിച്ചു ഈ ഓ രഘു. ന്യൂ ഇയർ എടുക്കാറാകുമ്പോ എല്ലാ ഊള കുടിയന്മാരും ഇത് തന്നെ പറയണത്. അയ്യോ, ഊളേന്ന് വിളിച്ചത് നിങ്ങളല്ല. ഊളയായ ഒരാളെ ഊളേന്ന് വീണ്ടും മെൻഷൻ ചെയ്യണത് വല്ല കാര്യമുണ്ടാ? കവറിൽ എന്താണെന്ന് പറഞ്ഞില്ല. അറിഞ്ഞിട്ടിപ്പോ എന്തിന്? അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പെണ്ണാലോചിക്കാൻ. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്. മര്യാദക്ക് പറഞ്ഞോ? പറയാൻ താല്പര്യമില്ല. എങ്കിൽ നിങ്ങളെ വീട്ടിൽ കയറ്റാനും എനിക്ക് താല്പര്യമില്ല. കവറിന്റെ അകത്ത് വൈനും പ്ലം കേക്കും. എന്തിനു കഴിക്കാനാ? ഇല്ല, ഷോക്കേസിൽ വെക്കാൻ. മുറ്റം കുറെ തൂക്കമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞേനാ. രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞാൽ സ്കൂൾ തോക്കുമല്ലേ തന്ന. പിന്നെ രാവിലെ എണീറ്റ് പള്ളം തേത്ത് കുളിച്ച് സ്കൂളിൽ പോന്നല്ലേ. എങ്ങനെ പള്ള തേക്കുന്ന പോലെ അഭിനയിത്ത് കുളിക്കുന്ന പോലെ അഭിനയിത്ത് സ്കൂളിൽ പോന്നോന്ന്. 10 ദിവസം നല്ല രസമായിരുന്നു. അമ്മയുടെ ആഹാരവും കൊച്ചു തിരിയും പിന്നെ സുഖ ഉറക്കവും. ഒരു 5 ദിവസം കൂടെ അവധി കിട്ടിയിരുന്നെങ്കിൽ വീടെടുത്ത് കമത്തി വെക്കായിരുന്നു. എന്തായാലും ക്രിസ്മസ് അവധി 3 മാസം ആക്കണം. അപ്പൊ സമ്മർ വെക്കേഷനാ? അത് 6 മാസം ആക്കണം. അങ്ങനെ നോക്കിയാൽ മൊത്തം അവധി മാത്രമല്ലേ ഉള്ളൂ. പതിക്കാൻ പോന്തേ? എന്തിന്താ പതിക്കാൻ പോകുന്നത്? നമുക്ക് കൊത്തുകൂടെ കന്നാലേ യൂട്യൂബർ ആവാം. എന്നിട്ട് ഊത്തൂരി നടക്കാം. ക്രിസ്മസ് എക്സാമിന് എനിക്ക് നല്ല മാർക്കുണ്ടെങ്കിലേ എന്നെ കല്യാണം കഴിക്കാൻ സിന്നുക്കുത്തി തയ്യാറെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ. പക്ഷെ എനിക്ക് കല്യാണത്തിനോട് താല്പര്യം ഉള്ളതാ. അതെന്റെ പരീക്ഷയ്ക്ക് നാ പൊത്തും. പിന്നെ താല്പര്യപ്പെട്ടിട്ട് എന്ത് കാര്യം? നമുക്ക് ന്യൂ ഇയറിനെ ഗോവയ്ക്ക് പോയാതാ? പോവാം. പക്ഷെ ഗോവ എവിടെയാണ്? ഞാൻ എന്റെ സദ്യയില്. ഗോവാല പ്ലാൻ സക്സസ്. റമ്മിൽ മുക്കിയ പ്ലം കേക്കും വൈനിൽ മിക്സ് ചെയ്ത പട്ടച്ചാരയും ആരും അറിയാതെ ഞാൻ വീട്ടിൽ കയറ്റി. മക്കളൊന്നും ഇവിടെ ഇല്ല. അവന്മാരെന്നോട് മാധവന്റെ കൂടെ തിരുവനന്തപുരത്ത് ലൈറ്റ് കാണാൻ വേണ്ടി പോയിരിക്കണം. എന്റെ പേടി അതൊന്നുമല്ല, മാധവന്റെ കൂടെയാണ് പോയിരിക്കണത്. മാധവന് വിശന്നാല് അവന്മാരെണ്ണത്തിനെ പിടിച്ച് വിഴുങ്ങുന്നേ ഉള്ളൂ പേടി. നീ പേടിക്കണ്ട, പ്ലം കേക്ക് ജലജെന്നെടുത്ത് കഴിക്കൂല. അവക്ക് ക്രീം കേക്കേ തൊള്ളേന്ന് ഇറങ്ങുള്ളൂ. ജലധര ജലജെ, എനിക്കെല്ലാം മനസ്സിലായി. അത് പിന്നെ ഞാൻ പ്ലം കേക്കും വൈന് കുടിക്കാത്താരും നിങ്ങൾക്കറിയാം. എന്നിട്ടും അത് തന്നെ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നല്ലേ? അശോ, നീ പ്ലം കേക്ക് കഴിക്കൂലായിരുന്നല്ലേ? അതറിഞ്ഞു തന്നെടി ഞാൻ വാങ്ങിച്ച. നിങ്ങൾ നോക്കിക്കോളി, അത് കഴിക്കുമ്പോ നിങ്ങൾക്ക് വയറിളകി ബോധം പോവും. അതിപ്പോ എന്തായാലും അത് കഴിക്കുമ്പോ എന്റെ ബോധം പോവും. പ്ലം കേക്ക് കഴിച്ച് മത്ത് പിടിക്കുമ്പോഴേ ബോധം പോവോന്ന്. വാശിക്കാതെടുത്ത് കളയല്ലേടി. ആൾക്കാരെന്ന് കഷ്ടപ്പെട്ട് തെണ്ടി വാങ്ങിച്ച പൈസ കൊണ്ട് വാങ്ങിച്ചതാണ് അതൊക്കെ. ഇന്ന് ന്യൂ ഇയർ കൊണ്ടാട്ടം. കൊബാല ആളുടെ സെറ്റ്. ക്രിസ്മസിന് കേക്കൊക്കെ വാങ്ങിച്ചതാ? പിന്നെ ഇത്രയും വലിയ കേക്ക് ഞാൻ വാങ്ങിച്ചത്. ഇത്രയും വലുതാ? ഇത്രയും വലുത്. ഇത്രയും വലുതാ? ഇത്രയും വലുത്. ഇത്രയും വലുതാണാ? ഇതിനും ചെറിയ കേക്ക് കിട്ടൂല സുബ്ബു. നോനയൻ കേക്ക് മാത്രല്ല, പക്ഷെ വൈന്ന് കുച്ച മാത്രല്ല കുതിക്കുന്നത് കണ്ട്. നമുക്കൊരു വൈന് വാങ്ങിച്ചു കുടിച്ചാലാ? നമുക്ക് വാങ്ങിക്കാം. എന്തായാലും എത്ര രൂപ ഉണ്ട്? 5 രൂപ ഉണ്ട്. 5 രൂപയൊന്നും പറ്റൂല. നാ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയേ വെള്ളത്തിൻ്റെ അടുത്ത് തോറ്റ് നോക്കാം. ചോദിച്ചിട്ട് തന്നതെങ്കിലാ? തന്നതെങ്കിൽ പോക്കത്തിൽ നിന്ന് എടുക്കാം. വളരെത്താ, എനിക്കൊരു 200 രൂപ വേണം. എന്തിൻ്റെ 200 രൂപ? പതിക്കാനുള്ള ബുക്ക് വാങ്ങാൻ. ഉള്ളത് പറയടാ. ഉള്ളത് പറയാൻ പറഞ്ഞ
എന്താ കൂട്ടുകാരെ സുബിറില്ലേ ഇതുവരെയ്ക്കും പ്ലം കേക്ക് വാങ്ങിട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ അവര് പ്ലം കേക്ക് വാങ്ങിട്ട് കൊടുക്കാനാണ് 200 രൂപ. എന്താ ഇനി എന്തിനു പുതിയ പ്ലം കേക്ക് വാങ്ങിക്കണം? വലിയ ആൾറെഡി ഒരു പ്ലം കേക്ക് വാങ്ങിച്ചു വെച്ചേക്കല്ലേ, അത് കൊണ്ടു കൊടുക്കും മക്കള്. അതെ അതെ. അതൊന്നും കൊടുക്കാൻ പറ്റൂല. അതെന്താ പറ്റാത്ത? അത് കൊള്ളൂലടി, അഴുക്ക കേക്ക്. പിന്നെ കൊള്ളൂലാത്ത സാധനങ്ങൾ എന്തിനു വാങ്ങിച്ചാ? നീ ഇങ്ങനെ ഉത്തരയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ജലജേ? പ്ലം കേക്കും വൈനും വാങ്ങിച്ചു വെച്ചിട്ട് കൊച്ചിന് പോലും കൊടുക്കണില്ല. വൈനാ തന്നെടി, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം എനിക്ക് ഒറ്റയ്ക്ക് മോന്താൻ തന്നെ അല്ലേ? ഇങ്ങനെ ഒരു തീറ്റപ്പണ്ടാരം. ഈശ്വര, അത് കഴിക്കുമ്പോ ഇയാളെ വയർ കണ്ണില് തുപ്പിയാലുണ്ടല്ലേ. മക്കളെ വിഷമിക്കണ്ട, ഈ വല്യമ്മ വാങ്ങിച്ചു തരാൻ കേക്ക് കേട്ടാ. ഓ വല്യമ്മ. അപ്പൊ ഇവിടുന്ന് വൈൻ തൂക്കണം, മുക്കണം, കുതിക്കണം. വല്ലത്തും വൈൻ കുപ്പി ഇത് വിതക്കൊന്ന് വെട്ടേക്കണ അലമാരികൾ നോക്കാം. അതായിരിക്കുന്നു. കുപ്പി കിട്ടി. വല്യമ്മ പൊക്കി. ദൈവമേ, നിനക്ക് പ്ലം കേക്ക് കിട്ടിയാ? പ്ലം കേക്ക് കിട്ടിയാന്ന്? കിട്ടിയില്ല. ഇതാ പ്ലം കേക്ക്, മക്കള് കൊണ്ടുപോയിക്കോ. ഇതെന്തത്? ഒരു വിധിക്ക് 2 പത്തി. ശരി വല്യമ്മ. അങ്ങനെ പങ്ങിരില്ല, ഒറ്റയ്ക്ക് കേറ്റണ്ട. ഏതാ നീ ഇതെങ്ങനെ ഒപ്പിച്ചതാ? ആദ്യം തോന്നിട്ടേ വല്യത്തൻ തന്നില്ല. പിന്നെ ഞാൻ എന്റെ പഴയ പരിപാടി അങ്ങ് എതിർത്ത്. ഏത് പരിപാടി? മറ്റേ തറയിൽ കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് കരന്ന് വിളിക്കണതാ? 2 വരത്തങ്ങ് വരത്തീന്ന്. അപ്പൊ തന്നെ വല്യത്തെ എന്താ പോക്കത്തിൽ പൈസ കൊണ്ട് വെത്ത് തന്ന്. പക്കുതു, നീ ഒരു സംഭവം തന്ന. എന്ത് തയ്യാറാ സുബുദു? നീ അതെ പ്ലം കേക്ക് മുതി, എന്നിട്ട് നമുക്ക് വൈൻ കൂത്താം. ഇവിടെ ഇരുന്ന പ്ലം കേക്കും വൈനും ഇവിടെ പോയി. അവിടെ ഇരുന്ന് ആവിയായി പോയി കാണും, അല്ലെങ്കിൽ കാക്ക കൊത്തി പറിച്ചെടുത്തോണ്ട് പോയി കാണും. സത്യം പറയടി, നീ അല്ലേ ഇതെടുത്താ? നിങ്ങളെ കേക്ക് ഒറ്റയ്ക്ക് വെട്ടി കയറ്റുമല്ലേ, അതുകൊണ്ട് സുബ്രുവിന് കൊടുക്കാനേ പക്രൂരിൽ കൊടുത്തു വിട്ട് ഞാൻ. ഈശ്വരോ, ഞാൻ റമ്മ ഒഴിച്ചു വെച്ചിരുന്ന എന്റെ പ്ലം കേക്ക്. റമ്മ ആരും പിടിക്കാതിരിക്കാൻ വേണ്ടിയേ ന്യൂ ഇയറിന് അടിക്കാൻ പ്ലം കേക്കിൽ ഞാൻ റമ്മ ഒഴിച്ചു വെച്ചിരുന്നു. ഇവിടെ വെച്ചിരുന്ന വൈൻ കുപ്പി എവിടെ? വൈന് ഞാൻ കണ്ടില്ല, പക്രു നേരത്തെ ഇവിടെ നിന്ന് പരതണുണ്ട്. ഇതും അപ്പൊ അവൻ തന്നെ എടുത്തത്. കൊച്ചുമാക്രീന കാര്യം. ഈ ചെറുക്കന്മാര്. പക്രു, വല്ലത്തെന്ത് 4 നായ്ക്ക് കഴിക്കുന്ന 4-5 വൈന് മൊത്തവും കുടിച്ചാടാ. മൊത്തം കൊടുത്ത് വല്ലത്ത. പക്ഷെ സുബിറ് മാത്രമേ കുപ്പി പൊത്തിട്ട് മണത്ത് നോക്കിയപ്പോ തന്നെ ബോധം കത്ത് വീണ് കഥകത്. അപ്പൊ വല്യത്തന്ന് ഹാപ്പി ന്യൂ ഇയർ. 4 വല്യത്തന്മാരുണ്ടല്ലേ, അതുകൊണ്ട് വല്യത്തന്മാർക്കെല്ലാം ഹാപ്പി ന്യൂ ഇയർ. ഹലോ കോവാല. രഘുചേട്ടാ, എനിക്ക് കുറച്ചും കൂടെ റമ്മ കിട്ടി. അത് ഞാൻ ക്രീം കേക്കിൽ മിക്സ് ചെയ്തേ ആരും അറിയാതെ ചില ചേച്ചിയിൽ കൊണ്ടു കൊടുത്ത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സൂപ്പർ. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.